വട്ടിയൂർക്കാവിൽ കാപ്പ കേസ് പ്രതിയും വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലറുമായ ആർ സുഗതനെ വീട്ടിൽ കയറി പൊക്കിയിരിക്കുകയാണ് കേരള പോലീസ്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയരുമ്പോൾ അവരോട് പോയി പണി നോക്കാൻ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല. കേരള പോലീസിനെതിരെ തിരുവനന്തപുരം മേയർ വി രാജേഷും രംഗത്ത് വന്നിരുന്നു. മേയറോടും പോയി പണി നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് ചെന്നിത്തല. കേരളത്തെ ഗുണ്ടകളുടെ പറുദീസയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും കാപ്പ പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ചെന്നിത്തല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ചുമതല. പോലീസിന് പൂർണ്ണമായും പിന്തുണ നൽകുന്നുണ്ട്. ഗുണ്ടയെ പിടികൂടാൻ ആകാശത്തേക്ക് വെടിവെച്ചെങ്കിൽ അതും നന്നായി. ആ രീതിയിൽ ഒരു ഗുണ്ടയെ പൊക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നുവെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ബി.ജെ.പി. ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന്റെ പ്രവർത്തനങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. നാട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പോലീസിന്റെ ചുമതല സർക്കാർ കൃത്യമായി നടപ്പാക്കുമെന്ന് കൂടി ചെന്നിത്തല പറഞ്ഞു. പോലീസിന്റെ നടപടികളിൽ തനിക്ക് പങ്കൊന്നുമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന പഴയ ആഭ്യന്തരമന്ത്രിയല്ല ഇന്ന് നാട് ഭരിക്കുന്നതെന്ന് തെളിയിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. ആ വാക്കുകൾ കൂടി കേൾക്കാം. അതൊരു അസാധാരണത്വവും ആ കാര്യത്തിലില്ല. 10 വർഷം ഗുണ്ടകളുടെ പറുദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പ പ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവരൊക്കെ നിർദാക്ഷിണ്യം പോലീസിൻ്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെൻറ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര്യ ജീവിതമാണ്. ആ സ്വൈര്യ ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, ക്രമസമാധാന നില പാലിക്കുക. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ. അതിന് ഗുണ്ടകളല്ല വേണ്ടത്. ഒരു സംശയവും വേണ്ട. അത്തരം ഗുണ്ടകൾക്ക് യാതൊരു വിധത്തിലും സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആലപ്പുഴയിലെ കുപ്രസിദ്ധ രക്ഷാപ്രവർത്തന അത് പറഞ്ഞു മോളെ. സർക്കാർ മേൽക്കോടതിയിൽ ജാമ്യത്തിന് പോകുമോ? അത് പോലീസ് സർക്കാർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. DGP ആയിട്ടും AG ആയിട്ടും DGP ആയിട്ടും ആലോചിച്ച് അവർ സത്വര നടപടികൾ സ്വീകരിക്കും. എവിടെ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെയൊന്നും പോലീസിനെ മനോവീര്യത്തെ തകർക്കണ്ട. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരും തോക്കുന്നു അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈര്യവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് ഇവിടെ ഉണ്ട്. അതിന് കള്ളക്കഥകൾ മെനഞ്ഞ് പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ അനുവദിക്കില്ല. ആരാണ്? BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അവർ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. നിയമം ആര് പറഞ്ഞാലും ശരി, നിയമത്തിന്റെ വഴിക്ക് പോകും. അതുകൊണ്ട് അത് പോലീസ് നോക്കിക്കോളൂന്നേ. അത് അല്ലെ കോടതി ചോദ്യം ചെയ്യാമല്ലോ. ഇതൊക്കെ കോടതിക്ക്, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലും സ്കൂട്ടണിക്കും വിധേയമാണ്. അതൊക്കെ പോലീസും കോടതിയും നോക്കിക്കോളും. അല്ല, കോർപ്പറേഷൻ ഭരണം ആര് അട്ടിമറിക്കാനാണ്? അവരെ ഭരിച്ചോട്ടെ, അതിന് എതിർപ്പുണ്ടോ ആർക്കെങ്കിലും? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. നാട്ടിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്തുവാനുള്ള സർക്കാരിൻ്റെ പോലീസിൻ്റെ ചുമതലയാണ്. അത് ഞങ്ങൾ നടപ്പാക്കും.